യൂത്ത് കോൺഗ്രസിനെതിരായ PJ കുര്യന്റെ പരാമർശത്തിൽ കോൺഗ്രസിൽ രാഷ്ട്രീയ വിവാദം. കുര്യന്റെ വിമർശനം ഏറ്റെടുക്കാതെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് ശക്തമായാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ നന്നാകണമെന്ന് മുതിർന്ന നേതാക്കൾക്ക് പറയാം. അത് പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്നും സണ്ണി ജോസഫ്. സംഘടനയുടെ ശാക്തീകരണം അതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരങ്ങളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അവരെ പോലീസ് കിരാതമായിട്ട് മർദ്ദിച്ചവശരാക്കുന്നു, കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും KSU പ്രവർത്തകരും അക്രമത്തിന് വിധേയരാകുന്നു. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് PJ കുര്യൻ. വിമർശനം സദുദ്ദേശപരമെന്നാണ് കുര്യന്റെ നിലപാട്. എല്ലാ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ടാകണം. 25 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാകണം എങ്കിലും ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് യാതൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ഒരു അഭിപ്രായമാണ്. അതിലെവിടെ ദോഷമെന്ന് എനിക്ക് അറിയത്തില്ല. കൂട്ടത്തിൽ ഞാൻ ഇത്ര ഒരു വാചകം പറഞ്ഞു, നിങ്ങൾ SFIയുടെ സമരം കണ്ടല്ലോ. അതെല്ലാവരും കണ്ടതല്ല, അത് ഞാൻ പറഞ്ഞു വിചാരിച്ചെന്താ, SFIയുടെ സമരം നിങ്ങൾ കണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ എന്ന്. അപ്പോഴേ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല, ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. സരീഷ് PK ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, ഏതായാലും PJ കുര്യൻ പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞിരിക്കുക തന്നെയാണ് സണ്ണി ജോസഫ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു രീതി അനുസരിച്ച് വളരെ ലൈറ്റായിട്ട് മൈൽഡായിട്ടാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്, ആർക്കും ഒരു വിഷമം ഉണ്ടാകാത്ത രീതിയിൽ. എന്തായാലും കുര്യൻ പറഞ്ഞതിന് വിരുദ്ധമായ അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് വ്യക്തമാണ് അല്ലേ? കൃത്യമായി, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം അത് വാർഡ് തലത്തിൽ മുതൽ മുകളിലോട്ട് കൃത്യമായി നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക്, അതായത് പ്രത്യേകിച്ച് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതൊരു സമരം ചെയ്യുമ്പോഴും ആ സമരത്തെ ജനദ്രോഹപരമായ രീതിയിൽ, അതായത് ജനദ്രോഹത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ അതിനെ അടിച്ചമർത്താനും കള്ളക്കേസ് എടുത്തുമാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനെല്ലാം ബലിയാടാവുന്നത് യൂത്ത് കോൺഗ്രസ്സാണ്. അങ്ങനെ കൃത്യമായ സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അത് ഓരോ ദിവസവും അവരുടെ സമരങ്ങളിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ മുതിർന്ന നേതാക്കൾക്ക് തങ്ങളുടെ അഭിപ്രായം പറയാം. ആ അഭിപ്രായം എല്ലാം കൃത്യമാകണമെന്നില്ല. പക്ഷേ PJ കുര്യൻ പറഞ്ഞത് അത് ഒരു ശാക്തീകരണം വേണം എന്നുള്ളതാണ്. അതായത് മുതിർന്ന നേതാക്കൾ കൂടുതൽ നന്നാക്കണം എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചാൽ അതിനെ തള്ളേണ്ടതില്ലല്ലോ. ആരുടെ അഭിപ്രായവും സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ കൂടുതൽ നന്നാക്കണം, കൂടുതൽ മികവുറ്റതാകണം എന്നൊരു നേതാവിന് അഭിപ്രായമുണ്ടെങ്കിൽ അതിനെയും സ്വാഗതം ചെയ്യാം എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇനിയും നന്നാവണം എന്നൊരു നേതാവ് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മുതിർന്ന നേതാവ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും സ്വാഗതം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം പറയുന്നത് ഈ എല്ലാ പ്രതിസന്ധികളിലും കോൺഗ്രസ് നേതാക്കൾ ഒപ്പം നിൽക്കാറുണ്ട്. അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമാണ്, അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നതും സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു വിമർശനമായി PJ കുര്യൻ ഉന്നയിച്ചിട്ടില്ല. തൻ്റെ അഭിപ്രായം ശാക്തീകരണം എന്നൊരു അഭിപ്രായം മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നൊരു ന്യായീകരണം കൂടിയാണ് എന്തായാലും സണ്ണി ജോസഫ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ നേരത്തെ ലക്ഷ്മിപദം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഞങ്ങൾ ശക്തരാണ്, അല്ലെങ്കിൽ യുവജന സംഘടന വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇനിയും ശക്തിപ്പെടുത്തണം എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ സ്വാഭാവികമായും അതിനെ സ്വാഗതം ചെയ്യാം. അതായത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു പ്രതികരണമാണ് എന്തായാലും സണ്ണി ജോസഫിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത്